പ്രിയമുള്ള സുഹൃത്തെ, മലയാളം ബുക്ക് സമ്മറിയിലേക്ക് സ്വാഗതം. ഒന്നും ശരിയില്ലെന്ന് തോന്നുമ്പോൾ ഒരു കൽപ്പണിക്കാരൻ്റെ തൻ്റെ ജോലി ചെയ്യുന്നത് നോക്കുക. വലിയ പാറക്കഷ്ണത്തിൽ 100 തവണ അടി കിട്ടിയാലും ഒരു കുലുക്കോ ആ പാറക്കഷ്ണത്തിൽ ഉണ്ടാകത്തില്ല. എന്നാൽ 101ാമത്തെ അടിയിൽ അത് രണ്ടായിട്ട് പിളരും. ആ അവസാനത്തെ അടി കൊണ്ടല്ല, അതിനു മുൻപത്തെ ഓരോ അടിയും കാരണമാണ് അത് പിളർന്നത്. ജേക്കബ് റീസിൻ്റെ വാക്കുകളാണിത്. എല്ലാ വലിയ കാര്യങ്ങളും ചെറിയ തുടക്കങ്ങളിൽ നിന്നാണ് തുടങ്ങുക. ഓരോ ശീലവും ചെറിയ ഒരു തീരുമാനത്തിൽ നിന്നാണ് ആരംഭിക്കുക. എന്നാൽ ആ തീരുമാനം ആവർത്തിച്ച് നടപ്പിലാക്കുമ്പോൾ അതൊരു ശീലമായിട്ട് മാറുകയും പിന്നീട് ആ ശീലം ശക്തമാവുകയും ചെയ്യും. ശീലങ്ങൾ വേരാഴ്ത്തും, ശിഖരങ്ങൾ വയ്ക്കും. പിന്നെ ഒരു മോശം ശീലത്തെ മറികടക്കുന്നത് വേരുകൾ മണ്ണിലാഴ്ത്തി നിൽക്കുന്ന വലിയൊരു ഓക്കുമരം കടപുഴകുന്നത് പോലെയാണ്. എന്നാൽ നല്ല ശീലങ്ങൾ വളർത്തുന്ന ഓരോരോ പൂവായിട്ടൊരു പൂന്തോട്ടം വളരുന്നത് പോലെയും. ഇത് ആറ്റമിക് ഹാബിറ്റ്സ് ബുക്കിൽ പറഞ്ഞ കാര്യമാണ്. ആറ്റമിക് ഹാബിറ്റ്സ് എന്ന പുസ്തകം ജെയിംസ് ക്ലിയർ എഴുതിയതാണ്. ഇത് ഹാബിറ്റ്സ് രൂപീകരണത്തെക്കുറിച്ചുള്ള സെൽഫ് ഹെൽപ്പ് ബുക്കാണ്. പുസ്തകം ചെറിയ നിർണായക ശീലങ്ങൾ വളർത്തിയെടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ വിവരിക്കുന്നു. ഈ ബുക്കിനെ ആസ്പദമാക്കി മലയാളത്തിൽ ധാരാളം യൂട്യൂബ് വീഡിയോസ് ഉണ്ട്. പിന്നെ ബുക്കിൻ്റെ മലയാളം ഉണ്ട്. പിന്നെ വായിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലെ പ്രധാന ആശയങ്ങളെന്ന് പറയുമ്പോൾ ശീലങ്ങളുടെ ശക്തിയാണ്. ശീലങ്ങൾ നിങ്ങളുടെ ജീവിതം നിർമ്മിക്കുന്നു. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. ശീലചക്രം പറയുന്നുണ്ട്. അത് ഒരു ശീലം രൂപപ്പെടുത്തുന്ന 4 ഘട്ടങ്ങളുണ്ട്: ക്യൂ, ക്രാവിംഗ്, റെസ്പോൺസ്, റിവാർഡ്. പിന്നെ ശീല രൂപീകരണത്തിനുള്ള ഫ്രെയിം വർക്കുകളുണ്ട്: മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈ എന്നീ ഘട്ടങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഫ്രെയിം വർക്ക് പുസ്തകം അവതരിപ്പിക്കുന്നു. ഇപ്പോൾ ഒരു മോശമായ ശീലങ്ങൾ തകർക്കുന്നതിനുള്ള തന്ത്രങ്ങൾ പറയുന്നുണ്ട്. പിന്നെ ശീലങ്ങളുടെ സ്റ്റാക്കിങ്ങിനെ കുറിച്ചും ഈ പുസ്തകത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ പുസ്തകം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ശീലങ്ങൾ വളർത്തിയെടുക്കാൻ, മോശമായ ശീലങ്ങൾ തകർക്കാൻ, നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ വരുത്താൻ ഇങ്ങനെ താല്പര്യമുള്ളവർക്ക് ഈ പുസ്തകം വായിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പം ശീലം തകർക്കൽ എന്ന് വെച്ചാൽ പ്രതിരോധം മറികടക്കുക, ശീലം ചെയ്യുന്നതിനുള്ള പ്രതിരോധം മറികടക്കുക. പുതിയ ശീലം മാറ്റി സ്ഥാപിക്കുക, മോശമായ ശീലത്തിന് പകരം പുതിയ നല്ല ശീലം വളർത്തിയെടുക്കുക. ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുക. ശീലങ്ങൾ സ്റ്റാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ശീലം പഴയ ശീലത്തിന് ശേഷം ചെയ്യുക. ശീലങ്ങളുടെ ചെയിൻ സൃഷ്ടിക്കുക. ഒരു ശീലം മറ്റൊന്നിനെ ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ശീലങ്ങളെ ചെയിൻ സൃഷ്ടിക്കുക. നിങ്ങളുടെ ശീലങ്ങളെ ട്രാക്ക് ചെയ്യുക. നിങ്ങളുടെ ശീലങ്ങളെക്കുറിച്ച് സ്വയം പ്രതിഫലനം നടത്തുക. ബുക്കിലെ പ്രധാന ഒരു പോയിൻ്റാണ് ഹാബിറ്റ്സ് ആർ ദ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഓഫ് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. ശീലങ്ങൾ സ്വയം വളർച്ചയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ടാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ അതിന് ചെറിയ നിർണായക ശീലങ്ങൾ വളർത്തിയെടുക്കുന്നത് വലിയ മാറ്റങ്ങൾ കാരണമാകും. സമയം കടന്നു പോകുമ്പോൾ ഈ ചെറിയ മാറ്റങ്ങൾ എന്തായാലും കൂട്ടിച്ചേർന്ന് വലിയ ഫലങ്ങളുണ്ടാകുന്നു, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെ. സ്ഥിരതയുടെ പ്രാധാന്യം പറയുന്നുണ്ട്. ശീലം രൂപീകരണം സ്ഥിരത ആവശ്യമാണ്. ദിവസവും ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നത് വലിയ ഫലങ്ങൾ നൽകും. സമയത്തിൻ്റെ ശക്തി. സമയം ശീലങ്ങളുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നു. കാലക്രമേണ ചെറിയ ശീലങ്ങൾ വളർന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതിനൊരു ഉദാഹരണമുണ്ട്. നിങ്ങൾ ദിവസവും 10 മിനിറ്റ് വായന ചെയ്യുകയാണെങ്കിൽ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾ 3650 മിനിറ്റ് വായിക്കും. അതായത് 60 മണിക്കൂറിലധികം. ഇത് വലിയ ഒരു അറിവ് വർധന നിങ്ങൾക്ക് നൽകും. അതിനാൽ ശീലങ്ങൾ സ്വയം വളർച്ചയുടെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയാണ്. സ്ഥിരതയോടെ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്ന വലിയ ഫലങ്ങൾ നൽകും. രണ്ടാമത്തെ ഒരു പോയിൻ്റ് പറയുന്നത്, നിങ്ങൾക്ക് മികച്ച റിസൾട്ട് വേണമെങ്കിൽ ലക്ഷ്യങ്ങൾ സജ്ജീകരിക്കുന്നത് ഒഴിവാക്കി പകരം നിങ്ങളുടെ സിസ്റ്റത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അപ്പം ഇവിടെ പറയുന്ന ഗോൾ സെറ്റ് ചെയ്യരുത്, ഗോൾ നേടിയെടുക്കാനുള്ള സിസ്റ്റം സെറ്റ് ചെയ്യുക എന്നതാണ് ബുക്ക് പറയുന്നത്. ഒരു ഗോൾ നേടുന്നത് താൽക്കാലികമായിട്ട് മാറ്റമാണ്. അപ്പോൾ നിങ്ങളുടെ മുറി അടുക്കും ചിട്ടമില്ലാതെ കിടക്കുകയാണെന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ഗോളാണ് നിങ്ങളുടെ മുറി വൃത്തിയാക്കൽ. അപ്പോൾ നിങ്ങളുടെ സമയവും പരിശ്രമവും കൊണ്ട് ഇപ്പോൾ ആ മുറി വൃത്തിയാക്കിയേക്കാം. എന്നാൽ നിങ്ങളുടെ ചിട്ടയില്ലാത്ത ശീലങ്ങൾ നിങ്ങൾ തുടർന്നാൽ അധികം വൈകാതെ വീണ്ടും നിങ്ങളുടെ മുറിയുടെ അവസ്ഥ പഴയത് തന്നെയായിട്ട് മാറുന്നു. വീണ്ടും നിങ്ങൾ ആദ്യം തൊട്ട് വൃത്തിയാക്കൽ തുടങ്ങണം. ഓരോ ലക്ഷ്യത്തിനും വേണ്ടി വീണ്ടും നിങ്ങൾ പണിയെടുക്കുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായം മാറ്റുന്നില്ല. കാരണം അന്വേഷിക്കാതെ രോഗലക്ഷണങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ മെയിൻ ഒരു പോയിൻ്റ്, നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാനുള്ള ഏറ്റവും ഫലപ്രദമായ മാർഗം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിലല്ല, മറിച്ച് നിങ്ങൾ ആരാകാൻ ആഗ്രഹിക്കുന്നു എന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. നാലാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് 4 ലോസ് ഓഫ് ബിഹേവിയർ ചേഞ്ച്. മേക്ക് ഇറ്റ് ഒബ്വിയസ്, മേക്ക് ഇറ്റ് അട്രാക്റ്റീവ്, മേക്ക് ഇറ്റ് ഈസി, മേക്ക് ഇറ്റ് സാറ്റിസ്ഫൈ. അതിൻ്റെ ആ ഒരു ടേബിൾ ഞാനിവിടെ
കൊടുത്തിട്ടുണ്ട്. ഇത് ആ പുസ്തകത്തിൽ തന്നിട്ടുള്ള ടേബിളാണ്. ഒരു നല്ല ശീലം ഉണ്ടാക്കുന്നത് എങ്ങനെ, ഒരു മോശം ശീലം ഇല്ലാതാക്കുന്നത് എങ്ങനെ. ലാസ്റ്റ് ഒരു പോയിൻ്റാണ്, എൻവയോൺമെൻറ്റ് ഈസ് ദ ഇൻവിസിബിൾ ഹാൻഡ് ദ ഷേപ്പ് ഹ്യൂമൻസ് ബിഹേവിയർ. പരിസ്ഥിതി മനുഷ്യ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നത്. പരിസ്ഥിതി എന്നത് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും സ്വാധീനിക്കുന്നു. അതിൽ നമ്മുടെ പെരുമാറ്റം ഉൾപ്പെടുന്നു. പരിസ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ ചിന്തകളെ, പ്രവർത്തനങ്ങളെ, തീരുമാനങ്ങളെ രൂപപ്പെടുത്തുന്ന ഒരു അദൃശ്യ കൈയാണ്. അപ്പോൾ സാമൂഹിക പരിസ്ഥിതി എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹം, കുടുംബം, സുഹൃത്തുക്കൾ എന്നിവ നമ്മുടെ പെരുമാറ്റത്തെ വളരെയധികം സ്വാധീനിക്കുന്നു. അതുപോലെ ഭൗതിക പരിസ്ഥിതി എന്ന് വെച്ചാൽ നമ്മുടെ ജീവിക്കുന്ന സ്ഥലം, നമ്മുടെ വീട്, നമ്മുടെ ജോലി സ്ഥലം എന്നിവ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു. പിന്നെ സാംസ്കാരിക പരിസ്ഥിതി നമ്മുടെ സംസ്കാരം, പാരമ്പര്യങ്ങൾ, മൂല്യങ്ങൾ എന്നിവ നമ്മുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നു. പരിസ്ഥിതി നമ്മുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നുള്ള ചില ഉദാഹരണങ്ങളെന്ന് വെച്ചാൽ, ഒരു സുഹൃത്ത് നമ്മുടെ സുഹൃത്ത് എപ്പോഴും പുകവലിക്കുന്നതാണെങ്കിൽ നമ്മളും പുകവലിക്കാനായിട്ട് തുടങ്ങും. അപ്പം നമ്മുടെ ജോലി സമയം നമുക്ക് എപ്പോഴും സമ്മർദ്ദപരമാണെങ്കിൽ നമ്മൾ ഉത്കണ്ഠയും നമ്മളും പെരുമാറാൻ തുടങ്ങും. നമ്മുടെ സംസ്കാരം വ്യക്തിവാദിയാണെങ്കിൽ നമ്മൾ സ്വയം കേന്ദ്രീകരിച്ച് പെരുമാറാൻ തുടങ്ങും. പരിസ്ഥിതി നമ്മുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തുന്നാൽ നമ്മുടെ പരിസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് നാം പ്രവർത്തിക്കണം. നമ്മുടെ സമൂഹം, വീട്, ജോലിസ്ഥലം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് നാം പ്രവർത്തിക്കണം. ഇത് നമ്മുടെ പെരുമാറ്റത്തെ രൂപപ്പെടുത്തും. ഈ ബുക്കിൻ്റെ പ്രധാന കുറച്ച് പോയിൻറ്റ്സാണ് ഇവിടെ പറഞ്ഞത്. ഈ ബുക്ക് വായിക്കുന്നത് വളരെ നല്ലതാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ലിജു.